നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ചുവടുവെച്ച് നീങ്ങി. എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക്, വിനായകൻ നടകൊള്ളുന്നത് അവാർഡ് ഏറ്റുവാങ്ങാൻ. പക്ഷേ എവിടെയെങ്കിലും മൂടിപ്പുതച്ച് കിടന്നുറങ്ങേണ്ടുന്ന കിടുകിടുമ്പൻ തണുപ്പത്ത് തങ്ങളെ എന്തിനാ വെറുതെ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നതെന്ന പരിഭവം പറയാതെ പറഞ്ഞുകൊണ്ടാവാം തായങ്കാവ് മണികണ്ഠനും മുള്ളത്ത് ഗണപതിയും പരിവാരങ്ങളും ഘോഷയാത്രയ്ക്കായി കഷ്ടപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ പുരസ്കാരം വിനായകനാണെങ്കിലും വിനായകന് പോലുമില്ലാത്ത ഗമയോടെ പത്രാസോടെ തുള്ളിക്കളിച്ച് ആഘോഷമായി നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് സംഗതി ഒരു സംഭവമാക്കാൻ തന്നെ കണക്കുകൂട്ടി ഇറങ്ങിയിരിക്കുന്ന കുഞ്ഞുകുട്ടന്മാരും കൂട്ടത്തിലുണ്ട്. ഒടുവിൽ സ്വീകരണ ഘോഷയാത്ര രംഗവേദിയായ ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിനടുത്തേക്ക് അടുത്തതോടെ ആനച്ചേട്ടന്മാരെ, നിങ്ങളിതെന്താ ഇത്രയും വൈകിയത്? ഞങ്ങൾ എത്ര സമയമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒന്നിങ്ങോട്ട് വേഗം കയറി നിന്നാൽ അടുത്ത മഴയ്ക്ക് മുമ്പ് കാര്യം ശരിയാക്കി തന്നേക്കാം എന്ന ഭാവത്തിൽ ജനം മലവെള്ളപ്പാച്ചിൽ കണക്കെ പല വഴി ക്ഷേത്രനഗരിയിലേക്ക് പ്രവഹിച്ചു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് വിനായകന് സമാധാനമായത്. ആളും ആരവവുമില്ലാതെ ഒഴിഞ്ഞ സദസ്സിന് മുന്നിൽ ആടേണ്ടി വരുന്ന വെറും പൊറാട്ട് നാടകമായി മാറുമോ തൻ്റെ ഈ കന്യ അവാർഡ് എന്നായിരുന്നു ഈ നേരമത്രയും വിനായകന്റെ ആശങ്ക. അല്ല, ഒരുമാതിരിപ്പെട്ട അവാർഡുകളുടെയൊക്കെ തലയും വാലും ചികഞ്ഞു ചെന്നാൽ സംഗതിയുടെ പോക്ക് ഏതാണ്ട് അങ്ങോട്ടായിരിക്കുമല്ലോ. ഒരു അവാർഡിന്റെ കുറവ് കൊണ്ട് തനിക്ക് മുമ്പിൽ ഇനി സ്വർഗവാതിൽ തുറക്കപ്പെടാതെ പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്ഥലത്തെ പ്രധാന ദിവ്യൻ സ്വയം മുൻകൈയെടുത്ത് ഒരു അവാർഡ് കമ്മിറ്റി തട്ടിക്കൂട്ടി അവാർഡ് പ്രഖ്യാപിക്കുന്നു, മേടിക്കുന്നു. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു കിടപ്പുവശം? പക്ഷേ മഴയുടെ പണിമുടക്ക് ഭീഷണി തെല്ലും വകവയ്ക്കാതെ ചെറുവത്താനി നരസിംഹക്ഷേത്ര പരിസരത്ത് ജനം തിങ്ങി നിറഞ്ഞപ്പോൾ വിനായകന്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഇല്ല, തൻ്റെ ഈ കന്നി പുരസ്കാരം ഒരിക്കലും ഒരു സെൽഫ് സ്പോൺസേഡ് അവാർഡല്ല. ആനയെ സ്നേഹിക്കുന്നവരെന്ന് അഭിമാനത്തോടെ സ്വയം പ്രഖ്യാപിക്കുവാൻ തയ്യാറുള്ള ഒരു നാട്, ഒരു ജനത തൻ്റെ പിന്നിൽ ഐക്യദാർഢ്യ പ്രഘോഷണങ്ങളുമായി ഒപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ഈ വീരശൃംഖലയ്ക്ക് വിനായകനെ തന്നെ തിരഞ്ഞെടുത്തത്? വിനായകന് കൊടുക്കാൻ പ്രധാന കാരണം ഈ കഴിഞ്ഞ പൂര സീസണിലെ കഴിഞ്ഞ പൂരക്കാലത്ത് ഇപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറെക്കുറെ ഒട്ടുമിക്ക പൂരങ്ങളും മത്സരപൂരങ്ങളാണ്. ആ മത്സരപൂരങ്ങളിൽ വർഷങ്ങളായിട്ട് മേധാവിത്വം നിലനിർത്തി വരുന്ന ചില ആനകളുണ്ട്. അപ്പോൾ പുതിയൊരു ആന എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ വർഷം വിനായകൻ വന്നു. ഏകദേശം ഒരു വർഷം പിന്നിടാൻ പോവുകയാണ്. അപ്പോൾ വന്ന സമയത്ത് തന്നെ ആ വേനൽക്കാലത്ത് നടന്ന പൂരപ്പറമ്പുകളിൽ പുത്തൂർകോവിൽ വിനായകൻ ഏത് നമ്പർ 1 ആനയോടും കിടപിടിക്കാവുന്ന രീതിയിൽ നല്ല എന്താ പറയുക നിലവിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തായിരുന്നു. ആ ഒരൊറ്റ പ്രാധാന്യം, ആ ഒരു പ്രത്യേകത പരിഗണിച്ചിട്ടാണ് ഉയരത്തിനും തലയെടുപ്പിനോട്. അതെ, ഉയരത്തിനും തലയെടുപ്പിനും മാനിച്ചിട്ടാണ് നമ്മൾ വീരശൃംഖല കൊടുത്തിട്ടുള്ളത്. അതിനാണ് മറ്റുള്ള മാനദണ്ഡങ്ങളും ഇങ്ങനെ ലക്ഷണം നോക്കിയിട്ടല്ല, തലയെടുപ്പിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ആ പ്രാധാന്യത്തെ നമ്മൾ അതിനൊരു പ്രാധാന്യം കൊടുത്തു, അംഗീകാരം കൊടുത്തു. അതാണ് നമ്മൾ ഇത് കൊടുക്കാൻ കാരണം. പിന്നെ ആന കേരളത്തിൽ വന്നിട്ട് ഇത്രയും വലിയ വലിയ തിരക്കുള്ള പൂരങ്ങളിലും യാതൊരു മടിയും കൂടാതെ ഏതാനോടും മത്സരിച്ച് നിൽക്കും. പുതിയൊരു ആന വന്നിട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അത്രയൊരു എത്താറുള്ളൂ. പിന്നെ ഒരു പറയാച്ചാൽ കുറച്ച് സവിശേഷതകളുണ്ട്. ആന വന്ന് ബീഹാറിൽ നിന്ന് വന്ന കൊല്ലം തന്നെ ആന ഏറെക്കുറെ ഓഫ് സീസണായ സമയത്ത് ആനയ്ക്ക് നല്ല മതമ്പാട് ഒരു 3-3.5 മാസം നല്ല ടൈമിൽ ആനയ്ക്ക് ഒലിച്ചു. ഒലിവ് കഴിഞ്ഞ് അഴിച്ചിട്ട് ഇപ്പോൾ ആന ആദ്യത്തെ ഒരു പൊതു ചടങ്ങാണ്. അതെ, ക്ഷീണം ഇപ്പോൾ കാണുന്നത് ആനയ്ക്ക്. മാത്രമോ ഇന്നിവിടെ ആദരിക്കപ്പെടുന്നത് താൻ ഒറ്റയ്ക്കുമല്ല. പ്രസിദ്ധ ആന ചികിത്സാ വിദഗ്ധനും പാരമ്പര്യ വിഷചികിത്സകനുമായ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിനുമുണ്ട് അംഗീകാരവും ആദരവും. കേവലം 1.5 വർഷം മുമ്പ് മാത്രം മലയാളക്കരയിൽ എത്തുകയും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും മനസ്സ് പിടിച്ചടക്കുകയും ചെയ്ത പൂത്തൃക്കോവിൽ വിനായകന് ആനന്ദലബ്ധിക്ക് ഇതിൽ പരം വേറെന്തെങ്കിലും വേണം? മാധ്യമ പ്രവർത്തകനും നടനും സർവോപരി ചെറുവത്താനിയുടെ മണ്ണിന്റെ മകനുമായ VK ശ്രീരാമനാണ് ചടങ്ങുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്.
കുന്നംകുളം നഗരസഭാ അധ്യക്ഷൻ, സ്ഥലം പഞ്ചായത്ത് മെമ്പർ, പിന്നെ ഈ ആനക്കാഴ്ചകളുടെ അണിയറക്കാരൻ, അങ്ങനെ വേദിയും സദസ്സും ഒരുപോലെ സമ്പന്നം. ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാട ചാർത്തി ആദരിച്ചു കഴിഞ്ഞായിരുന്നു വിനായകന്റെ ഊഴം. തന്റെ പേര് കൊത്തിയ വീരശൃംഖല പിച്ചളത്തളികയിലിരുന്ന് തന്നെ നോക്കി പളപളാ തിളങ്ങിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആശംസാ പ്രസംഗകരുടെ പ്രശംസാ വചസ്സുകൾ ഉച്ചഭാഷണിയിലൂടെ ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് മുഴങ്ങിയപ്പോൾ വിനായകന്റെ മനസ്സിൽ വല്ലാത്തൊരു തിരയിളക്കമായിരുന്നു. ഈശ്വര, ഇത് സത്യമോ അതോ മിഥ്യയോ? പണ്ട് UP ബീഹാർ അതിർത്തി ഗ്രാമത്തിലെ ഉടമയുടെ വീട്ടിലും വലിയ വൈക്കോൽ പുരയിലുമൊക്കെ ചുറ്റിയടിക്കുമ്പോൾ ആനകൾക്കും ഇങ്ങനെ സ്വന്തം പേരും മേൽവിലാസവും പിന്നെ അവാർഡുകളുമൊക്കെ ഉള്ള ഒരു അത്ഭുത ലോകത്തെപ്പറ്റി കേട്ടറിവെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഇല്ലേ ഇല്ല. കഴിഞ്ഞ കുറേ കാലമായി താടിക്കാരൻ അവതാരകൻ മാടമ്പ് കുഞ്ഞുകുട്ടനാണ് പട്ടം ചാർത്തലിൻ്റെ കുത്തക ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റം. ഇക്കുറി ആനക്കാഴ്ചകളുടെ അണിയറക്കാരൻ തന്നെ നേരിട്ട് അരങ്ങത്തെത്തുന്നു. വിനായകന് വീരശൃംഖല ചാർത്താനുള്ള നിയോഗം, അല്ല യോഗം, ശ്രീകുമാർ അരൂക്കുറ്റിക്കായിരുന്നു. അതെ, ആർപ്പുവിളികളും വായ്ക്കുരവകളും ഒന്നിച്ചുയർന്നപ്പോൾ 100 കണ്ഠങ്ങളിൽ നിന്ന് വിനായക സ്തുതികൾ ഒന്നിച്ചുയർന്ന ഭക്തി നിർഭരമായ മുഹൂർത്തത്തിൽ അങ്ങനെ വിനായകനും പട്ടാഭിഷിക്തനായി, അല്ല വീരശൃംഖല ഏറ്റുവാങ്ങി. മുമ്പൊരിക്കൽ ജന്മനാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോരാൻ ലോറിയുമായി മലയാളികൾ എത്തിയപ്പോൾ ഇനി എന്തൊക്കെ ആചാരങ്ങളും അഭ്യാസമുറകളുമാണ് താൻ വശമാക്കേണ്ടതെന്ന ഭയമായിരുന്നു. ഭയം മാത്രമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. പക്ഷെ വന്നു കയറിയത് ഒരു ക്ഷേത്രത്തിലേക്കായത് ഭാഗ്യം. തല പൊന്തിച്ചു നിൽക്കാനുള്ള പരിശീലനത്തോട് മാത്രമായിരുന്നു ആദ്യകാലത്ത് ആശാനിത്തിരി വിപ്രതിപത്തി. ഇന്നത്തെ കാലത്ത് ഈ ആനയൂട്ടുകൾ പഴയ കാലത്തെ അപേക്ഷിച്ച് വളരെ മിക്ക ക്ഷേത്രങ്ങളിലും പതിവായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ആനകൂട്ടുകൾ ഒരു തരത്തിൽ നല്ലതാണ് അല്ലേ? അതിന്റെ ഒരു നമ്മൾ അതിന്റെ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ചികിത്സകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോ എന്താണ് ഈ ഒരു നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? എന്തെങ്കിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങള് അതികഠിനമായിട്ട് കട്ടിയായിട്ടുള്ളത് കൊടുക്കാതിരിക്കുക. ശർക്കരയൊക്കെ അതാ അത്രയ്ക്ക് കൊടുക്കണ്ട. ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമുള്ളതൊന്നുമില്ല. പിന്നെ ഈ തണുപ്പ് കാലമാവുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ വയറ് സ്തംഭിച്ച ഇരണ്ടക്കെട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് ഇത്തിരി അയച്ച രീതിയിൽ ഈ ശർക്കര പാവാത്ര മുറുകണ്ട, ഇത്തിരി അഴയുന്ന രീതിയിൽ വെള്ളമായിട്ട് അതും കൂടി ആയിട്ട് ചേർത്ത് ചോറിൽ കൊടുക്കാലോ. അങ്ങനെയാണ്. അല്ല, അത് പായസാക്കണമെന്നില്ല, ഇതന്നെ വേറെ ആയിട്ട് തന്നെ കൊടുക്കാം. അത് അതെ, ഇത്തിരി അയച്ച് കൊടുത്തോണ്ട് കുഴപ്പമില്ല. അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഞങ്ങളൊക്കെ പണ്ട് ഗണപതി ഹോമം ഇല്ലത്ത് ദിവസേന 36 അല്ല ഈ കർക്കിടക മാസത്തിൽ 36 നാളികേരാണ് കണക്ക്. പക്ഷെ അതൊക്കെ അതിനേക്കാളധികം ഉണ്ടാവും. അങ്ങനെ കൂട്ടായിട്ടുണ്ടാവണ്ട. അപ്പോൾ ആനയ്ക്ക് കൊടുക്കുമ്പോൾ ഈ വെള്ളമായിട്ട് തന്നെയാണ് കുറേ വെള്ളമായിട്ടും ഈ ഇതും കൂടിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ പറയുന്നുണ്ട് വയറിനൊക്കെ തകരാറ് വരുന്നുണ്ട് ഇങ്ങനെ കട്ടിയായിട്ട്, അതുകൊണ്ട് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. കൊടുക്കണ്ടെന്ന് പറയണ്ട, ഇത് അയച്ച് കുറച്ച് ലൂസായിട്ട് കൊടുക്കുക. അതെ, ലൂസായിട്ട് കൊടുക്കാം. തുടർന്ന് ഗജരാജ ഗന്ധർവന്റെ പട്ടാഭിഷേക ചടങ്ങിൽ കൂട്ടാളികൾക്കെല്ലാം വയറും മനസ്സും നിറയെ ആനയൂട്ട്. ആനകളെ മനസ്സ് നിറച്ചൂട്ടുവാനും ഗണപതി പ്രീതി നേടുവാനും മത്സരിക്കുമ്പോൾ കുന്നംകുളത്തെ ആനപ്രേമികൾക്ക് ഭയവുമില്ല, സുരക്ഷാ ജാഗ്രതകളുമില്ല. ഓ, നമ്മുടെ ആനകളല്ലേ, നമ്മുടെ പൈതങ്ങൾ, അതാണ് അവരുടെ ഭാവം. അതെ, ഏറ്റവും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഏറ്റവും അധികം ഉയരം വച്ചവൻ എന്ന വിശേഷണവുമായി ഒരു ഇളയ തിലകം. ബീഹാറിന്റെ ഊഷരഭൂമിയിൽ നിന്നും തിരുവാതിരപ്പാട്ടിന്റെയും തൃശൂർ പൂരത്തിന്റെയും തട്ടകത്തിലേക്കെത്തിയ ഗജരാജ പ്രമുഖൻ പൂത്തൃക്കോവിൽ വിനായകൻ. മലയാള മണ്ണിൽ പദമൂന്നി വർഷം 1 തികയും മുമ്പേ ഉയരത്തമ്പുരാൻ വീരശൃംഖലയും വീരാളിപ്പട്ടും, അതും ആനമാമാങ്കക്കളരിയുടെ നാവാമണപ്പുറമെന്ന് പറയാവുന്ന കുന്നംകുളത്തിന്റെ ഉശിരൻ ഭൂമികയിൽ നിന്ന്. മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ തന്നെ 10 അടി പെരുമയിലേക്ക് കുതിച്ചു കയറുകയും
മലയാളി മനസ്സുകൾ നെഞ്ചേറ്റിലാളിക്കുന്ന തലയെടുപ്പിന്റെ അല്ല തലപിടുത്തത്തിന്റെ അപൂർവ സൂത്രവാക്യങ്ങൾ ഹൃദിസ്ഥമാക്കുകയും ചെയ്ത വിനായക പ്രഭുവിന്റെ ദിനങ്ങൾ, അവന്റെ സുവർണ നാളുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. വടക്ക് നിന്നും വന്ന് തെക്കിന്റെ കോട്ടകൊത്തളങ്ങൾ കാലടിച്ചോട്ടിലാക്കുവാനുള്ള വിനായകന്റെ രാജസൂയങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.